കിൽ ആദ്യം തന്നെ പറയട്ടെ, കിട്ടില്ല തിയേറ്റർ എക്സ്പീരിയൻസും കിട്ടില്ല മൂവി എക്സ്പീരിയൻസും. ഇത് പല സിനിമകൾ ഞാൻ കണ്ടിട്ട് പലപ്പോഴും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഈ പടം ഈ അടുത്ത് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ മോസ്റ്റ് വെൽ എക്സിക്യൂട്ടഡ് ആക്ഷൻ കൊറിയോഗ്രാഫിക് മൂവി എന്ന് ഞാൻ പറയും. കാരണം ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഇതുവരെ ഏറ്റവും വയലൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്ഷൻ കൊറിയോഗ്രാഫി സെറ്റ് ചെയ്തിട്ടുള്ള മൂവി എന്നൊക്കെ ഇതിനെ കുറിച്ചിട്ട് റിവ്യൂസ് വന്നിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ കാണാനുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എന്തായാലും അടുത്തുള്ള തിയേറ്ററിൽ എന്ന് പറയാനായിട്ട് ശോഭയിലൊക്കെ ആയിരുന്നു തൃശ്ശൂർ റിലീസ് ഉള്ളത്. അതും പ്രോപ്പർ ടൈമിംഗ് അല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റിയിരുന്നില്ല. അടുത്തുള്ള ഒരു തിയേറ്ററിൽ വന്നാൽ ഉടൻ തന്നെ ഫസ്റ്റ് ഡേ കാണണമെന്ന് ആഗ്രഹിച്ച പടം ഇന്നാണ് കാണാൻ പറ്റിയത്. തൃശ്ശൂർ രാഗത്തിലെ 7:30 ഷോയ്ക്ക് പോയി. ഹൗസ്ഫുൾ പാക്കിൽ ഇരുന്നിട്ട് പടം കണ്ടപ്പോൾ ഉണ്ടല്ലോ, തിയേറ്ററിൽ നിന്നും മിസ് ചെയ്തിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായി പോയെന്ന് തോന്നിയൊരു മൂവി തന്നെയാണ്. കാരണം 2-3 ദിവസം കഴിഞ്ഞ് ഈ പടത്തിന്റെ OTT റിലീസ് ആണെന്ന് കേട്ടിരുന്നു. പക്ഷെ എന്നിട്ടും ഈ പടം തിയേറ്ററിൽ തന്നെ കാണാൻ തീരുമാനിച്ചത് ആ ഒരു എക്സ്പീരിയൻസ് മിസ് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ആ ഒരു തീരുമാനം വെറുതെ ആയില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ. പടത്തിലേക്ക് വന്നാൽ ആ ഒരു 1.25 മണിക്കൂറുള്ള ഒരു ട്രെയിനിന്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്ലോട്ട്. പക്ഷെ അത് എങ്ങനെ അവർ കൊണ്ടുവന്നേക്കണം എന്നുള്ളതാണ് ശരിക്കും കാണേണ്ട ഒരു സംഭവം. ഇതിന്റെ മൊത്തം ആക്ഷൻ കൊറിയോഗ്രഫിയാണ് ഞാൻ ആരാണ് ചെയ്തതെന്ന് വന്ന ഉടൻ തന്നെ നോക്കിയത്. കാരണം പടം കഴിഞ്ഞ ഉടൻ തന്നെ നെറ്റിൽ ഞാൻ നോക്കിയതിന്റെ ആക്ഷൻ കൊറിയോഗ്രഫി സെറ്റ് ചെയ്തിട്ടുള്ളത് ആരാന്നായിരുന്നു. സിയങ്ങോ എന്നുള്ള കൊറിയൻ ആക്ഷൻ കൊറിയോഗ്രാഫറാണ് ഈ പടത്തിന്റെ ആക്ഷൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം സ്നോ പിയേഴ്സർ പോലുള്ള പടങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിലേക്ക് വന്നപ്പോൾ നിഖിൽ നാഗേഷ് ഭട്ട് എന്ന് പറഞ്ഞ ഈ പടത്തിന്റെ ഡയറക്ടർ ഉണ്ടല്ലോ, ആ മനുഷ്യന്റെ എന്താണോ ഈ പടത്തിന് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന്റെ ഐഡിയാസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി അതാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം ആ ഒരു ലിമിറ്റഡ് സ്പേസിൽ നമ്മുടെ ഇന്ത്യൻ ട്രെയിൻസിലൊക്കെ എങ്ങനെയാണ് ആ ഒരു ബെർത്തുകളും ആ ഒരു സ്പേസും ഒത്തിരി എന്താ പറയുക ഒത്തിരി കുറച്ച് ലിമിറ്റഡ് ആണ്. സോ അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് അവിടെ പ്ലേസ് ചെയ്യേണ്ട ആക്ഷനെ കുറിച്ചിട്ടൊക്കെ ഒരു ഏകദേശം ഐഡിയ സെറ്റ് ചെയ്ത് അത് പ്രോപ്പറായിട്ട് അവിടേക്ക് എക്സിക്യൂട്ട് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റി. വന്നവരും പോയവരും ഒക്കെ ശരിക്കും നമുക്ക് 2 പൊട്ടിക്കാനായിട്ട് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഫീൽ ആയിരുന്നു ഇതിനകത്ത് ഓരോരുത്തരുടെ പെർഫോമൻസ്. പ്രത്യേകിച്ച് രാഘവ് ജുയാൽ ചെയ്തിട്ടുള്ള ഒരു വില്ലൻ ക്യാരക്ടർ ശരിക്കും നമുക്ക് അരച്ചങ്ങട്ട് കയറുന്ന പറഞ്ഞാൽ അരച്ച് കയറുന്ന ടൈപ്പ് ഒരു ക്യാരക്ടർ ആയിരുന്നു അത്. ആളുടെ ആ ഒരു സ്വാഗും ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് 100% മനസ്സിലാവും അത് എന്താന്നുള്ളത്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ആയാലും ഇപ്പോൾ പിന്നെയുള്ളത് ആശിഷ് വിദ്യാർത്ഥിയൊക്കെ ആയിരുന്നു. എല്ലാവരുടെയും ഭാഗങ്ങൾ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലത്തെ ഹീറോ ആയിട്ടുള്ള ലക്ഷ്യ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അതിന്റെ ആക്ഷൻസും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു അത്രയും എന്താ പറയാ ആ ഒരു പീക്ക് അവസ്ഥയിൽ എത്തുമ്പോൾ ആ ഒരു ഫീലൊക്കെ നല്ല സൂപ്പർ ആയിട്ട് കൊണ്ടുവന്ന് വെച്ചു. ഒരുപാട് വയലൻസ് സീൻസ് ഉണ്ട് ഈ സിനിമയിൽ. കാരണം അത് ശരിക്കും ഈ ഒരു ഇവർ ഈ പറഞ്ഞതിനോട് യാതൊരു തെറ്റുമില്ല. ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങിയത് വെച്ചിട്ട് ഏറ്റവും വയലന്റ് ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. അത്രയും ആക്ഷൻ സീക്വൻസും ബ്ലഡ് ഷെഡ് സീൻസും ഒക്കെ അത്രയും അത്യാവശ്യമുണ്ട്. അത് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന സീനുകളിലൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സീൻ അവിടെ വരുമ്പോൾ കാണുന്ന പ്രേക്ഷകൻ അങ്ങോട്ട് വലിച്ചു കീറ് എന്ന് പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫീലായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് ഓഡിയൻസിന്റെ റെസ്പോൺസ് ആണ് പിന്നെ എന്നെ ഞെട്ടിച്ചത്. കാരണം പടത്തിന്റെ ഇന്റർവെൽ ആയപ്പോൾ എല്ലാവരും ഇപ്പൊ ഇന്റർവെല് വേണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള റെസ്പോൺസ് കണ്ടപ്പോഴായിരുന്നു ശരിക്കും ഒരു കിളി പോയത്. കാരണം ആൾക്കാർക്ക് അത്രത്തോളം പടം മനസ്സിൽ കയറി പറ്റി എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണത്. ഇന്റർവെല് കഴിഞ്ഞ് പടം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആൾക്കാർ ആ തുടങ്ങിടാ തുടങ്ങി തുടങ്ങി എന്നുള്ള രീതിയിലുള്ള ആ ഒരു പറച്ചിലൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ആൾക്കാർക്ക് അത്രത്തോളം ആൾക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ജേണറിന്റെ സ്വഭാവം അനുസരിച്ച് ആണ് ഇതിന്റെ ഡയറക്ടറായിട്ടുള്ള നിഖിൽ നാഗേഷ് ഭട്ട് പടം സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയേണ്ടത് ഈ സിനിമയുടെ മൊത്തം ആ ഒരു ഫ്ലോയില് എവിടെ പോലും ബോറടിപ്പിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഇമോഷൻസ് പക്കയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു റീസൺ കാണൂല. ആ റീസണുകളും അല്ലെങ്കിൽ ഇത് എങ്ങനെ കൊണ്ട് എത്തിക്കും അല്ലെങ്കിൽ നമ്മളെ ടെൻഷൻ അടിപ്പിച്ച് ചില സമയത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയല്ലോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് അതിൻ്റെ ഒരു മേക്കിങ്ങിന് സാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. എല്ലാ സെക്ഷൻസും ഈവൻ ആർട്ട്, സിനിമാറ്റോഗ്രഫി, ചില സീനിലുള്ള BGM എല്ലാം തന്നെ ടെക്നിക്കൽ സൈഡ് മൊത്തം കിളി പറത്തി എന്ന് തന്നെ പറയാം. അടിച്ച് കയറി വന്നു എന്ന് തന്നെ പറയാം ഈ സിനിമ എക്സ്പീരിയൻസ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ പടം കാണാത്തവരുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള നല്ലൊരു തിയേറ്റർ സെലക്ട് ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ പോയി കാണുക. അത് നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ള തിയേറ്റർ ആണെങ്കിൽ ഉണ്ടല്ലോ 100% നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ പടം OTT വന്നിട്ട് കാണാമെന്ന് കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. പൊളി സിനിമ. പിന്നെ അത് മാത്രമല്ലാണ്ട് ഏറ്റവും ഞെട്ടിച്ചത് ഇതിന്റെ ഒരു ഇംഗ്ലീഷ് റീമേക്ക് നമ്മുടെ ജോൺ വിക് ഫ്രാഞ്ചൈസ് ഒക്കെ എടുത്ത ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ട് പ്രൊഡക്ഷൻ ഹൗസ് തീരുമാനിച്ചിട്ടുണ്ട് അത് എടുക്കാനായിട്ട്, ഇംഗ്ലീഷ് റീമേക്ക് എടുക്കാനായിട്ട് എന്ന് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം അവരുടെ ആ ഒരു ബുള്ളറ്റ് ട്രെയിൻ, നോബഡി, ജോൺ വിക് ഫ്രാഞ്ചൈസ് ഇതൊക്കെ നമുക്ക് അറിയാം. അതിന്റെ ഒക്കെ മേക്കിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു ഏതൊരു ലെവലിലാണ് നിൽക്കണം എന്നുള്ളത് ഈ പടങ്ങൾ. സോ ഇതൊരു ഇംഗ്ലീഷ് റീമേക്ക് ആയിട്ട് വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് കാണാൻ കാത്തിരിക്കുകയാണ്.
മൊത്തം സെക്ഷൻ അതായത് ആക്ഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഇദ്ദേഹത്തിന്റെ ഈ നിഖിൽ നാഗേഷ് പട്ടണം പടങ്ങൾ ഇനിയും വെയിറ്റിംഗ് ആണ്. നല്ലൊരു സ്ക്രിപ്റ്റും നല്ലൊരു മേക്കിംഗ് സ്റ്റൈലായിട്ടുള്ള ഒരു പടം ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ സ്വീകരിക്കും എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് കില്ല്. അപ്പോൾ നമ്മൾ പടം തിയേറ്ററിൽ തന്നെ കാണാം. OTT കാത്തിരിക്കാൻ ഞാൻ പറയില്ല, കാരണം തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യും. ഈ പടമൊക്കെ അതിനുള്ള പടങ്ങളാണ്. മൊത്തം ആ ഒരു വൈബ് തന്നെ കിട്ടിലിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കി, കാണാത്തവർ എന്തായാലും കാണാം.